ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാട്ടോ കാണുന്നത്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഹസ്ബൻഡുണ്ട്, പിന്നെ എൻ്റെ അനിയനും എൻ്റെ കസിൻ ബ്രദറും, ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ ട്രിപ്പിന് പോകുന്നത്. ഈ ട്രിപ്പ് അങ്ങോട്ടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പിളിലേക്കാട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 10:30 ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുന്നേ ഇറങ്ങുമായിരുന്നെങ്കിൽ ട്രാഫിക്കൊന്നും ഇല്ലാതെ കുറച്ചും കൂടി നേരത്തെ എത്തായിരുന്നു കേട്ടോ. ശരിക്കും ഇത് ബാംഗ്ലൂരിൽ നിന്ന് 3 മണിക്കൂർ ഏകദേശം ദൂരമില്ല, അടുത്ത് തന്നെയാണ്. ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ നേരം വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തിട്ടാണ്, അതായത് ഒരു 4 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിത് ബാംഗ്ലൂരിൽ 10:30 ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ നൈസ് റോഡിലേക്ക് കയറിയിട്ട് പിന്നെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിട്ടാട്ടോ പോകുന്നത്. പിന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് മാത്രമായിരിക്കും നമുക്കെപ്പോഴും ഫോക്കസ് ഉണ്ടാവുക. പിന്നെ നമ്മൾ കൂടെ ഇരിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരടുത്ത് സംസാരിച്ചിട്ടും അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ റിലാക്സ്ഡ് ആവും. നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ ജോലീൻ്റെ ടെൻഷൻ, അങ്ങനെ പല ടെൻഷൻസും നമുക്ക് പേഴ്സണലി ചിലപ്പോൾ കുറേ ടെൻഷൻസ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റിയൊരു ഇതാണ് ഈ റോഡിലൂടെയുള്ള യാത്രകൾ. നമ്മൾ കാറിലോ ഓട്ടോയിലോ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടെ ഉള്ളവരായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബസ്സിലോ ട്രെയിനിലോ എനിക്ക് ആ കംഫർട്ട് കിട്ടാറില്ല. ട്രെയിനിൽ നമുക്കറിയാം, ഓഫ് കോഴ്സ് പുറത്തുനിന്നുള്ള സൗണ്ടും കാര്യങ്ങളും ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാകും. അതേപോലെ ബസ്സിലാണെങ്കിൽ നമ്മൾ ടൂർ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഡാൻസ് കളിക്കുകയും പിന്നെ നമ്മൾ ആ കൂടെ ഒരാളുണ്ടാവുമായിരിക്കും. പക്ഷേ കാറിലാകുമ്പോൾ നമുക്ക് 4-5 പേര് ഇരിക്കുമ്പം എല്ലാവരും കൂടി സംസാരിച്ച് നമ്മളെപ്പോഴും എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് പറഞ്ഞില്ല. ഇപ്പം നമ്മൾ മൈസൂർ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു
വില്ലേജ് റോഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. നല്ല രസമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് അധികം ദൂരമില്ലാത്ത എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ. മൈസൂരിലെ കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ അടുത്തായിട്ടാണ് വേണുഗോപാല സ്വാമി ടെമ്പിൾ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഉയർന്നെഴുന്നേറ്റ ഒരു അത്ഭുതം എന്നാണ് ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് പറയുന്നത്. വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു അത്. സോ ബാംഗ്ലൂരിൽ നിന്ന് ഇത് 150 കിലോമീറ്റർ ദൂരമുള്ളൂ ഇവിടേക്ക്. സോ പുതിയ എക്സ്പ്രസ് ഹൈവേ വന്നതോടെ യാത്ര ശരിക്കും വളരെ എളുപ്പമാണ്. രാവിലെ 6 മണിക്കെങ്കിലും നമ്മൾ ഇറങ്ങിയ ട്രാഫിക് ഇല്ലാതെ സുഖമായിട്ട് വരാം. 3 hours ജേണിയാണ് ബാംഗ്ലൂരിൽ നിന്ന്. സോ ദൂരെ നിന്ന് ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം ചുറ്റുമുള്ള കാവേരി നദീൻ്റെ ബാക്ക് വാട്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാക്കന്മാർ നിർമ്മിച്ച ഇതാണ് ഈ ക്ഷേത്രം. സോ 1930 KRS ഡാം പണിതപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിപ്പോയി. സോ ഏകദേശം 70 കൊല്ലത്തോളം ഇത് വെള്ളത്തിനടിയിലായിരുന്നു. സോ വേനൽക്കാലം ആകുമ്പോൾ വെള്ളം കുറയുമ്പോൾ മാത്രമേ ഈ ക്ഷേത്രം പുറത്ത് കാണും. സോ പിന്നീട് 2002 ഈ കോസെ ഫൗണ്ടേഷൻ ഓരോ കല്ലും അക്കമിട്ടിട്ട് അവർ ഇളക്കി മാറ്റി ഇത് പുനർനിർമ്മിച്ചു. അപ്പം ഇവിടെ വന്നാൽ അടിപൊളിയാണ്. ശരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് പോവാത്തവരൊക്കെ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യാസ്തമയം സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ചുറ്റും വെള്ളമാണ്. ഇതിൻ്റെ ചുറ്റും ഇപ്പം വെള്ളമുണ്ട്. ഞങ്ങൾ പോയ സമയം ശരിക്കും ഞങ്ങൾ ലേറ്റായിട്ടുണ്ട്. ഞങ്ങൾ ലഞ്ചൊന്നും കഴിക്കാതെയാണ് പോയത്. 3 മണിയായിട്ടുണ്ട് എത്താൻ. നമ്മൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലേറ്റായിട്ടാണല്ലോ ഇറങ്ങിയതും. അപ്പം നല്ല രസമുണ്ട് കാണാൻ. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മൾ ടയേർഡായിട്ടുള്ളതുപോലെ ഒന്നും തോന്നില്ല. കാരണം നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ കാണുമ്പം നമ്മൾ മോസ്റ്റ് എക്സൈറ്റഡ് ആകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് എല്ലാം വരുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ശാന്തമായിട്ടുള്ള സ്ഥലം. ഇതിലവർ 9 to 6 ആണ് ഇവർ സമയം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഞങ്ങൾ പോയ സമയത്ത് ക്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ കുറേ നേരം ചുറ്റും കണ്ടതിന് ശേഷമാണ് ഉള്ളിലേക്ക് ദർശനം ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ മെയിൻ ഡൈറ്റി എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അവിടെ നമുക്ക് ഉള്ളിലേക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് അധികം ക്യൂ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഒരു 10 പേര് അത്രയേ ഉള്ളൂ. കാരണം ഓരോരുത്തരായിട്ട്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. മോസ്റ്റ്ലി ഈ സൗത്ത് നിന്നുള്ളത് നോർത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നമ്മളൊരിക്കലും ഭണ്ഡാരത്തിൽ പൈസ ഇടരുതെന്ന് അവിടെ നിന്ന് അങ്ങനെ അനൗൺസ്മെൻറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ. കന്നഡയിലും അതേപോലെ തന്നെ ഹിന്ദിയിലുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പൈസ ഇടാൻ പാടില്ല. അതിൻ്റെ ബാക്കിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഭയങ്കര നല്ല ഒരു കാം ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യം റീകൺസ്ട്രക്ട് ചെയ്തതാണ്. നല്ല ഭംഗിയിൽ അവർ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഇതിന് ചുറ്റും കറങ്ങിയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് ദർശനത്തിന് കയറിയത്. നമ്മൾ കയറുമ്പോൾ അധികം ക്യൂ ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറുന്ന ഭാഗത്ത് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ എഴുതിയതും പിന്നെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയായിരുന്നു പണ്ടുള്ളത് എന്നുള്ളത്. പിന്നെയാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ കൃഷ്ണ ഭഗവാനെയാണ് കാണുന്നത്. ഭംഗിയിൽ ഭഗവാന്റെ വിഗ്രഹം അവർ ഒരുക്കിയിട്ടുണ്ട്. ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നമ്മൾ നോർത്തിലൊക്കെ കാണുന്ന അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വിഗ്രഹമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് 20-ൽ കൂടുതൽ ഡൈറ്റീസ് അവിടെ ഉണ്ട്. ഓരോന്നും ഓരോ റൂമുകളിലായിട്ടാണുള്ളത്. എല്ലാ നല്ല ഭംഗിയിൽ ലക്ഷ്മി രൂപങ്ങൾ തന്നെ പല ടൈപ്പിലുള്ള ലക്ഷ്മി ദേവി നമുക്ക് കാണാം. സാരി, ഈ ദേവികളെ അണിഞ്ഞൊരുക്കിയ സാരിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഒക്കെ വിഗ്രഹങ്ങളാട്ടോ. നല്ല ഹാരങ്ങളൊക്കെ അണിഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ലക്ഷ്മി, ദുർഗ
സരസ്വതി മാത്രമല്ല, ലക്ഷ്മിയിലെ പല ടൈപ്പ്, അന്നപൂർണേശ്വരി, അങ്ങനെ പല കുറേ ദൈവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ ഡൈറ്റീസിൽ പരശുരാമൻ, രാമായണം എഴുതിയ വാത്മീകി മഹർഷി, അതുകൂടാതെ വേറെ മഹർഷി രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം എഴുതി വെച്ചിട്ടില്ല. ഓരോ പോയി നോക്കുമ്പോൾ ഇതിൽ കന്നഡയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് ഓരോന്നും ചിലതൊന്നും അറിയില്ല, പക്ഷേ ഓരോന്നും രൂപങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹനുമാൻ സ്വാമിയുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, അങ്ങനെ പരശുരാമൻ ഉണ്ട്, അങ്ങനെ കുറേ, എനിക്കെൻ്റെ ഓർമ്മയിലിപ്പോൾ അത്രയാണ് ഉള്ളത്. കുറേ രൂപങ്ങളുണ്ട്, പേരെടുത്ത് പറയാൻ അറിയാത്ത കുറേ ഇതുണ്ട് അവിടെ. അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 15 to 20 minutes എന്തായാലും ഉള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. അതും നമ്മൾ ലൈനിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൺസ്ട്രക്ട് ചെയ്തത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ മുന്നിൽ 2 ആനകളുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, അതിൻ്റെ ഒരു രൂപം കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തതൊക്കെ. ശരിക്കും നമ്മളിത് കണ്ടിരിക്കേണ്ട ഒന്നാണ്, കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷനൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ തന്നെ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പം നമ്മൾ 3 മണിയാണ് ഉള്ളിലേക്ക് കയറിയത്. 3 to 4 ഞങ്ങൾ അവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്ത്. പിന്നെ ഒരു 4:45 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നമ്മൾ മൈസൂർ റൂട്ടിലൂടെ തന്നെയാണ് തിരിച്ച് ഗുണ്ടൽപേട്ടിലേക്കാണ് നേരെ പോകുന്നത്. അന്ന് ഗുണ്ടൽപേട്ടായിരിക്കും സ്റ്റേ ഉണ്ടാവുക. നമ്മൾ ഇറങ്ങിയ പാടെ തന്നെ നമുക്ക് വൃന്ദാവൻ ഗാർഡൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. ഞങ്ങൾ അതിന് നിന്നിട്ടില്ല, കാരണം ഓൾറെഡി ലേറ്റായി, ടയേർഡായി, ഫുഡ് കഴിച്ചിട്ടില്ല. കയ്യിലുള്ള സ്നാക്സ് മാത്രമേ ഇൻ ബിറ്റ്വീൻ കഴിച്ചിട്ടുള്ളൂ. അടുത്തൊന്നും അത്ര നല്ല കടകളൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പം നമ്മൾ നേരെ വിടുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ടിൽ മൈസൂർ റൂട്ടാണ്. അപ്പോൾ നമുക്ക് ചാമുണ്ഡി ഹിൽസ് കാണാം. നിങ്ങൾക്ക് ചാമുണ്ഡി ഹിൽസിൽ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ഓൾമോസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് കയറുന്നില്ല. ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചില്ല. അവിടെ നിന്ന് തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് ബ്രദർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഗുണ്ടൽപേട്ടിലേക്കാണ് യാത്ര. ഗുണ്ടൽപേട്ടിലായിരിക്കും ഇന്ന് സ്റ്റേ. എന്നിട്ട് നല്ല ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ട് ഫാമിലേക്ക് പോയിട്ട് ടെഡീനൊന്ന് കാണണം. ടെഡി ആരാന്ന് നിങ്ങൾക്കറിയാം, വരുന്ന വീഡിയോസിലൂടെ കാണാം. ടെഡി ഞങ്ങളുടെ ഡോഗാണ്. അത് എൻ്റെ ഏട്ടൻ്റെ ഫാമുണ്ട് ഗുണ്ടൽപേട്ടിൽ. അപ്പം ഗുണ്ടൽപേട്ടിലേക്ക് ഫാമിലേക്ക് കൊടുത്തതാണ് ടെഡീനെ. അപ്പം ഹസ്ബൻഡിന് ഒരുപാട് ഈ ട്രിപ്പിൻ്റെ ബാക്കിൽ തന്നെ ശരിക്കും ഗുണ്ടൽപേട്ട് പോയി ടെഡീനെ കാണാമെന്നായിരുന്നു ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇത് കവർ ചെയ്തു. എന്നിട്ട് നേരെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ടെഡീനെ കാണാൻ പോകണം. അങ്ങനെ നമ്മൾ യാത്ര എങ്ങനെ തുടർന്നു. ഇപ്പോൾ ട്രാഫിക് ഒന്നുമില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് ട്രാഫിക് ഒന്നുമില്ല. നമ്മൾ നല്ല സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അവൻ പറഞ്ഞ തലശ്ശേരി റെസ്റ്റോറൻറ്റ് അത്യാവശ്യം മോശമില്ലാത്തതാണ്. ഇവിടെ ബാംഗ്ലൂരും ഉണ്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അങ്ങനെ വലിയ കുഴപ്പമില്ല, സേഫാണ്. ഞങ്ങൾ യൂഷ്വലി കാലിക്കറ്റ് ബാംഗ്ലൂർ പോകുമ്പം മൈസൂരിലെ മിസ്റ്റി റോക്കിലാണ്. അത് നമ്മൾ അറിയുന്ന ആൾക്കാരുടെയാണ്. അമ്മേൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അവിടെ. അപ്പം അവിടെയാണ് കയറാറ്, അവിടെയാണ് സേഫും. ഗുണ്ടൽപേട്ടിൽ സ്റ്റേ ചെയ്യും, ഗുണ്ടൽപേട്ടിലാണ് ഉള്ളത് ഇത് മിസ്റ്റി റോക്ക്. ഗുണ്ടൽപേട്ടിൽ എപ്പോഴും സേഫാണ്, അവിടെ സ്റ്റേയും കാര്യങ്ങളും നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് ഈ മിസ്റ്റി റോക്ക്. അപ്പം നമ്മൾ മിസ്റ്റി റോക്ക് വിട്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റ് കയറി കണ്ടുപിടിച്ചു. ഇനി ഒരു യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ഇത് പുതിയതാണെന്നാണ് കേട്ടത്, കാരണം 2 years ബാക്ക് ഞങ്ങൾ ഗുണ്ടൽപേട്ട് ഫാമിൽ വന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നില്ല. 2 or 3 years ബാക്ക് ഫാമിലി എല്ലാവരും കൂടി വന്നപ്പോൾ ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കലാണ് മെയിൻ പരിപാടി. ഭക്ഷണം കഴിക്കണം. ഓഫ് കോഴ്സ് ഞങ്ങൾ എന്ത് മെനു ഏത് നോക്കിക്കഴിഞ്ഞാലും, ഞാനും എൻ്റെ ഹസ്ബൻഡും
വെറൈറ്റി പിടിക്കാമെന്നൊക്കെ വിചാരിക്കും. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ. ഈ വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ ലാസ്റ്റ് എത്തിച്ചേരുക നമ്മളെ ഫേവറേറ്റ് ബിരിയാണിയിലേക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ വലിയ കാര്യത്തിൽ മുകളിലേക്കൊക്കെ കയറി, പക്ഷേ മുകളിൽ അവർക്ക് ക്ലീനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അവരെ താഴേക്ക് ആക്കി. എന്നിട്ട് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി അല്ല കഴിച്ചത്. ഞാനും ഹസ്ബൻഡും ബിരിയാണി ഓർഡർ ചെയ്തു, പക്ഷേ അവിടെ ബിരിയാണി ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഗീ റൈസും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. അനിയന് അവൻ വെജാണ്, അവന് നല്ല മഷ്റൂം ബിരിയാണി കിട്ടി. ചിക്കൻ ബിരിയാണി കഴിഞ്ഞത് കാരണം ഓൾമോസ്റ്റ് 5 o'clock ആയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പറ്റുവാണെങ്കിൽ വെക്കേഷനും ഹോളിഡേയ്സൊക്കെ അല്ലേ, അപ്പം ഇത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വിസിറ്റ് ചെയ്യുക, കാണുക, ഒരു നല്ലൊരു ട്രിപ്പായിരിക്കും. സോ ബൈ, ടേക്ക് കെയർ.